നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്ത് തുടരുകയാണ്. ഛാന്തോക്യ ഉപനിഷത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ ഖണ്ഡം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഖണ്ഡമാണ്. കാരണം ഇതിലൊരു മഹാവാക്യം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വ്യക്തിഗത ആത്മാവ് അനന്തമായ ബ്രഹ്മത്തെ പോലെ തന്നെയാണ്. 1-ാമത്തെ ശ്ലോകം, സർവം ഖൽവിദം ബ്രഹ്മ തജ്ജലനിധി ശാന്ത ഉപാസീത ഖലു ഋതുമയ പുരുഷോ യഥാ ക്രതുരസ്മിൻ ലോകേ പുരുഷോ ഭവതി തഥേത പ്രേത്യ ഭവതി സ ഋതും കുർവീത. ശരിക്കും ഈ ലോകം ബ്രഹ്മം തന്നെയാണ്. ശാന്തമായി ഒരുവൻ അതിൽ നിന്നും വന്നതായും അതിൽ തന്നെ വിലയം പ്രാപിക്കാൻ ഉള്ളതായും അത് തന്നെ ശ്വസിക്കുന്നവനുമായി ഉപാസിക്കണം. ശരിക്കും ഒരുവൻ അവന്റെ ഭൂമിയിൽ ഉള്ള ലക്ഷ്യം തന്നെയാണ്. അതുതന്നെ ഈ ലോകം വിടുമ്പോൾ അതുതന്നെ ആകുന്നു. അതുകൊണ്ട് അവൻ ഒരു ലക്ഷ്യം സ്വയം ഉണ്ടാക്കട്ടെ. 2-ാമത്തെ, മനോമയ പ്രാണശരീരോ ഭാരൂപ സത്യസങ്കൽപ്പ ആകാശാത്മാ സർവകർമ്മ സർവകാമ സർവഗന്ധ സർവരസ സർവമിതം അഭ്യസ്തോ വാക്യ അനാദര. മനസ്സ് ശരീരം പ്രാണനായുള്ള ഒരുവൻ, രൂപം വെളിച്ചം ആയ ഒരുവൻ, സത്യം സങ്കല്പമായ ഒരുവൻ, ആത്മാവ് ആകാശമായ ഒരുവൻ, എല്ലാ കർമ്മങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ഗന്ധങ്ങളും എല്ലാ രസങ്ങളും ഉള്ളവൻ, ഈ ലോകം മുഴുവൻ ഉൾക്കൊള്ളുന്നവൻ, വാക്കുകൊണ്ട് പ്രകോപിതരാവാത്ത ചിന്തകളില്ലാത്ത വാക്കുകൊണ്ട് പ്രകടിപ്പിക്കാനാകാത്ത ചിന്തകളില്ലാത്ത. 3-ാമത്തെ, ഏഷമ ആത്മാന്തർ ഹൃദയേ അണീയാൻ വ്രീഹേർവാ യവ്വാദ യദ്വാദ്ദ സർവയാദ്ദ ശ്യാമാകാദ്വാ ശ്യാമാകന്ദടുൻലാദ്വാ ഏഷസ്മ ആത്മാന്തഹൃദയേ ജായാൻ പൃഥിവ്യാ ജായാൻ അന്തരീക്ഷാ ജായാൻ ദിവോ ജായാനേഭ്യോ ലോകേഭ്യ. എൻ്റെ ആത്മാവ് ഹൃദയത്തിൽ അരിമണിയേക്കാൾ ചെറുതാണ്. ഒരു ബാർലിക്കുരുവിനെ
പോലെ ചെറുതാണ്. ഒരു കടുകുമണിയേക്കാൾ, മില്ലറ്റിന്റെ മണിയേക്കാൾ ചെറുത്. ഹൃദയത്തിലുള്ള എൻ്റെ ആത്മാവ് ഭൂമിയേക്കാൾ, അതിൽ അന്തരീക്ഷത്തെക്കാൾ, ആകാശത്തെക്കാൾ, ഈ ലോകത്തെക്കാൾ മഹത്തരവുമാണ്. നാലാമത്തെ, സർവകർമ്മ സർവകാമ സർവഗന്ധ സർവരസ സർവമിമഭ്യാസ്തോ വാവ യനാദര ഏവമ ആത്മാന്തർഹൃദയ ഏതദ്വൈമൈതമൈത പ്രത്യാഭിസമവിത പ്രത്യാഭിസഭവിത സ്മീതി യസ്യ സ്യാദബ്ധ ന വിചികിത്സാദീതി ഇഹ സ്മാഹ ഷാണ്ഡീല്യ. എല്ലാ കർമ്മങ്ങളും, എല്ലാ ആഗ്രഹങ്ങളും, എല്ലാ ഗന്ധങ്ങളും, എല്ലാ രസങ്ങളും ഈ ലോകം മുഴുവനും ഉൾക്കൊള്ളുന്നു. വാക്കുകളാൽ പറയാനാകാത്ത, ചിന്തിക്കാനാകാത്ത എൻ്റെ ഹൃദയത്തിലുള്ള ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. അതിലേക്ക് ഞാൻ ഇവിടെ നിന്നും വിടുമ്പോൾ എത്തുന്നു. ഇത് വിശ്വസിക്കുന്നെങ്കിൽ ഒരുവന് ഒരു സംശയവും ഉണ്ടാവില്ല. അങ്ങനെ ആണ് ശാണ്ഡില്യൻ പറയുന്നത്. ഇതിനേക്കാളും കൂടുതൽ ഭംഗിയായിട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് സ്പിരിച്വാലിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും, സംശയം. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ, സർവ കൽവിതം ബ്രഹ്മ, മഹാവാക്യമാണ്. ഈ ലോകം മുഴുവൻ ബ്രഹ്മം തന്നെയാണ്, ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ്. ഗോഡ് ഇസ് ഓൾ എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു. ഗോഡ് ഇസ് ഓൾ ഇസ് നത്തിങ്. അപ്പൊ ഈ ബ്രഹ്മം എവിടെയാണ് ഉള്ളത്? അത് നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ്. ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. ബ്രഹ്മത്തിന്റെ എക്സ്പ്രഷനാണ് ഈ ലോകം. എക്സ്പ്രഷൻ കഴിഞ്ഞ് വിഡ്രോ ചെയ്യുന്നതും ബ്രഹ്മത്തിലേക്ക് തന്നെ, അബ്സല്യൂട്ടിലേക്ക് തന്നെ. അതാണ് ഇവിടെ പറയുന്നത്. ഇത് തിരിച്ചറിയുന്നവൻ അത് തന്നെയാകുന്നു. അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് ഒരുവനെ നിശ്ചയിക്കുന്നത് എന്നിവിടെ പറയും, പർപ്പസ് ഓഫ് ലൈഫ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടാവണം. എന്ത് പർപ്പസാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്? ഈഗോന്റെ തരത്തിലുള്ള പർപ്പസ് ആണെങ്കിൽ അത് തന്നെ സംഭവിക്കുന്നു. ആ വൈബ്രേഷൻസ് നമ്മൾ സൃഷ്ടിച്ച് അവിടെ തങ്ങിപ്പോകും. നേരെ മറിച്ച് യഥാർത്ഥ പർപ്പസ്, ഈ കാണുന്നത് യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ്, ആ ഉണ്മ തന്നെയാണ്, രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവൻ അത് തന്നെയായിട്ട് ജീവിക്കുന്നു. അതിൽ തന്നെ വിലയവും പ്രാപിക്കുന്നു. എല്ലാ ഗന്ധവും, എല്ലാ രൂപവും, എല്ലാം. അതാണ് മനസ്സും ശരീരം ആയുള്ള ഒരു രൂപമുള്ളവൻ. ഇതെല്ലാം, ആകാശം, എല്ലാം ഹൃദയത്തിൽ തന്നെയാണ്. വ്യത്യാസമില്ല. ഹൃദയം അതിനേക്കാളും ബൃഹത്തരമാണ്, മഹത്തരമാണ്. ഭൂമിയേക്കാൾ, അന്തരീക്ഷത്തെക്കാൾ, ആകാശത്തെക്കാൾ, ലോകത്തെക്കാൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നത് എൻ്റെ ഈ ഹൃദയത്തിലാണ്. നമ്മൾ ഹൃദയം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓർഗൻ. അതില് അരിമണിയേക്കാൾ ചെറുത്, കടുകുമണിയേക്കാൾ ചെറുത്. അത് നമ്മൾ തുടക്കത്തിൽ അങ്ങനെയാണ്. ധ്യാനം തുടങ്ങുമ്പോൾ ഹൃദയത്തിൽ ഉള്ള ദിവ്യപ്രകാശം, ഇതിന്റെ സ്രോതസ് മനസ്സിനെ ആകർഷിക്കുന്നു. ദിവ്യ സ്രോതസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദിവ്യപ്രകാശം ആകർഷിക്കും. ഇങ്ങനെയാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ഒരു ടണല് നമ്മൾ നടക്കുമ്പോൾ, ടണലിലൂടെ നടക്കുമ്പോൾ ഉള്ളിൽ അകപ്പെട്ടു പോയി എന്നാലോചിക്കുക. അറ്റത്ത് ഒരു വെളിച്ചം കാണുന്നുണ്ട്, ടണലിന്റെ അറ്റം. ബാക്കിയൊക്കെ അന്ധകാരം. നടന്ന് നടക്കുമ്പോൾ അന്ധകാരം ഇല്ലാണ്ടേ മറന്നു. ടണലിന്റെ ആ ഹോള് വലുതാവുന്നു. അവസാനം പുറത്തെത്തും മനസ്സിലാവുന്നു ശരിക്കും പ്രകാശം മാത്രമേ ഉള്ളൂ, ടണല് വെറും ഒരു ചെറിയൊരു ഭാഗം. അതാണ് എൻ്റെ ഈഗോ എന്ന് പറയുന്നത്. ഞാൻ അത്രയും ദൂരെ നിന്ന് കാണുന്നതുകൊണ്ട് അത് അങ്കുഷ്ട മാത്രയിൽ അരിമണിയേക്കാൾ ചെറുതായിട്ട് തോന്നുന്നു. നേരെ മറിച്ചിട്ട് ഈഗോ സബ്ലിമേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈഗോനെ സബ്ലിമേറ്റ് ചെയ്യുക? ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് ത്യാഗബോധത്തോടെ ജീവിക്കും. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നതൊന്നും അത് ഞാൻ കൊണ്ടുപോകുന്നതല്ല, അതെൻ്റെ എക്സ്പ്രഷൻസ് ആണ്. അതുകൊണ്ട് റിസൾട്ട്സിനെ ത്യജിക്കൂ. കാരണം റിസൾട്ട് ഉള്ളിലാണ്. ഞാൻ ഓരോ കാര്യം അനുഭവിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാനത് അനുഭവിക്കുകയാണ്. ഞാനും അത് ഒന്നായി തീരുന്നു. അങ്ങനെ എക്സ്പീരിയൻസിനെ ട്രാൻസെൻഡ് ചെയ്യുന്നു. നമ്മൾ അനുഭവങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്ത്, എങ്ങനെ പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക? പൂർണ്ണമായിട്ടും സ്നേഹിക്കുക. ഒരു തരത്തിലും നെഗറ്റിവിറ്റി ഇല്ലാതെ സ്നേഹത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുക. സ്നേഹത്തോടു കൂടി ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തികൾക്ക് ഒരു അർഹവും അതുമില്ല, ഒരു നിലനിൽപ്പില്ല. അത് ചെയ്യാൻ വീണ്ടും നമ്മൾ വരേണ്ടി വരും. 100% സ്നേഹത്തോടെ കൂടെ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ അതും ഒന്നായിത്തീരുന്നു, ട്രാൻസെൻഡ് ചെയ്യുന്നു. പിന്നെ അത് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കടന്നു പോകുന്നു. അതും ഞാനും ഒന്നായിത്തീരുന്നു.
അങ്ങനെയാണ് ഭൂമിയും ആകാശവും എല്ലാം ഞാൻ തന്നെയാണ്. നമ്മൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇവിടെ എല്ലാം കാണുന്നു. ആകാശത്തിൽ നക്ഷത്രം കാണുന്നു, സൂര്യൻ കാണുന്നു, വീട് കാണുന്നു, എല്ലാം കാണുന്നു. പക്ഷെ ഈ കാണുന്നത് എന്തുകൊണ്ടാണ്? എന്നിൽ നിന്നുള്ള എക്സ്പ്രഷൻ, എൻ്റെ ഉള്ളിൽ നിന്നുള്ള എക്സ്പ്രഷൻ, ബോധത്തിന്റെ എക്സ്പ്രഷൻ. ഈ ബോധം എവിടെ നിന്ന് തോന്നുന്നു? അതും എൻ്റെ ഉള്ളിൽ നിന്നും. ഇവിടെ സിംഗുലാരിറ്റി, സയൻസ് പറയുന്ന സിംഗുലാരിറ്റി, സിംഗുലാരിറ്റിയുടെ അപ്പുറമുള്ള സിംഗുലാരിറ്റി, എല്ലാം ഉൾക്കൊള്ളുന്ന ബ്രഹ്മം. അപ്പൊ അതിന് വാക്കുകളില്ല, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റിയ, വാക്കുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ബൃഹത്താണെന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്, അത് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. വലുതാണെന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്, ചെറുതാണെന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. അപ്പൊ എന്തായാലും പറയാം, അത് തന്നെയാണ്, അതല്ലാത്തതൊന്നുമില്ല. അതാണ് ഇവിടെ സർവം കല്വം ഇതും ബ്രഹ്മ എന്ന് പറയുന്നത്. ഈ കാണുന്നതെല്ലാം ബ്രഹ്മ, ഒന്നുമല്ല, അതല്ലാത്തൊന്നുമില്ല. ബോഡിയും. ഇത് അറിഞ്ഞുകൊണ്ട് ഇവിടെ ജീവിക്കണം എന്നാണ് പറയുന്നത്. പ്രാക്ടിക്കലി എങ്ങനെയാണ് ഇത് ചെയ്യുക? ഇവിടെയാണ് ഹാർട്ട്ഫുൾനെസ് സിസ്റ്റം നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ ശുദ്ധീകരണം നടത്തുമ്പോൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള അനാവശ്യമായിട്ടുള്ള സങ്കല്പങ്ങൾ, സംസ്കാരങ്ങൾ അജ്ഞാനം കൊണ്ട് സൃഷ്ടിച്ചിട്ടതാണ്. അതുകൊണ്ടാണ് അതിന് ഗ്രോസ്നെസ് എന്ന് പറയുന്നത്. അതെല്ലാം പവിത്രീകരിക്കപ്പെടുകയാണ്. മാസ്റ്റർ നൽകുന്ന പൂർണ്ണജ്ഞാനം, പൂർണ്ണജ്ഞാനം ബ്രഹ്മം തന്നെയാണ്. മാസ്റ്റർ ആ ബ്രഹ്മത്തെ നമ്മൾ ഉള്ളിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യണം. കണ്ടിന്യൂസ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരെ ഇങ്ങനെ ട്രാൻസ്ഫ്യൂസ് എല്ലാം അത് തന്നെയായിട്ട് മാറിക്കൊണ്ടിരിക്കും, സ്നേഹമായി മാറിക്കൊണ്ടിരിക്കുക. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞാനത് തിരിച്ചറിയുന്നു. ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു. പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷനിൽ ഇത് സംസാരിക്കുന്നു. പാത്ത്, അതാണ് പർപ്പസ് എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ പർപ്പസ്, എന്താണ് നമ്മുടെ പാത, എന്താണ് നമ്മൾ സ്വീകരിക്കുന്നത്, നമ്മൾ അത് തന്നെയാണ്. നമ്മൾ സത്യസന്ധതയോട് പാത സ്വീകരിച്ചാൽ അപ്പോൾ സത്യസന്ധരായി മാറും. സ്നേഹത്തിന്റെ പാത സ്വീകരിച്ചാൽ സ്നേഹമായി മാറും. അപ്പൊ നമുക്ക് സ്നേഹത്തിന്റെ പാത സ്വീകരിക്കാം. അതാണ് സഹജമാർഗം, സ്നേഹത്തിന്റെ പാത. പാത തന്നെ സ്നേഹമാകുമ്പോൾ പിന്നെ ലക്ഷ്യത്തിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓരോ നിമിഷവും സ്നേഹത്താൽ നിറഞ്ഞതാക്കിയിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ അറിയുന്നു, ഈ കാണുന്നതൊന്നും ഞാനല്ലാത്ത ഒന്നുമില്ല എന്ന് അറിയുന്നു. സെപ്പറേഷൻസ് ഇല്ലാതെയായി മാറും. എനിക്ക് എന്നോട് ചെയ്യാൻ എന്ത് ഇഷ്ടപ്പെടുന്നു അത് തന്നെ ലോകത്തിനോടും ചെയ്യും. ഞാൻ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന സ്നേഹം അത് തന്നെ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുക. അപ്പോ സെപ്പറേഷൻ ചെയ്യേണ്ടേ മാറും. ഇങ്ങനെയാണ് നമ്മൾ ആ റിയലൈസേഷൻ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യും. അപ്പൊ ഇതിന് അവസാന കാലം എന്ന് പറയുമ്പോൾ എപ്പോഴാണ് അവസാന കാലം? എപ്പോ വേണമെങ്കിൽ ഇപ്പൊ ആവാം, ഈ നിമിഷമാവാം. അതുകൊണ്ട് അവസാന കാലം എന്നുള്ള ടൈമൊന്നുമില്ല. ഹിയർ ആൻഡ് നൗ, ഇപ്പോ ഈ നിമിഷം നമ്മൾ അങ്ങനെ ജീവിക്കുക, അടുത്ത നിമിഷം അങ്ങനെ തന്നെ ജീവിക്കുക. അതിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള മാർഗമാണ് ഹാർട്ട്ഫുൾനെസ് മാർഗ സിസ്റ്റം. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. അടുത്ത സെഷൻ വരെയും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.